Okay, so theta, the value of theta, like that plane angle we have found out. Next, work done by the impeller on the water per second. The equation work done by water. Sorry, the impeller. An equation. This is nothing but W by G into dW to U2. 5000 power. W weight of water being discharged. So that is rho GQ divided by G dW2. ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്, ഇതൊന്നും പുതിയതായിട്ട് പറയുന്നതല്ല. Yes, sir. So rho എന്ന് പറഞ്ഞാൽ 1000 ആണ്. 9.81 divided by 9.81 multiplied by Q. Q എന്താണെന്ന് അറിയാം നമുക്ക്? ഡിസ്ചാർജ് തന്നിട്ടുണ്ടോ? ഡിസ്ചാർജ് തന്നിട്ടില്ല. അതായത് നമുക്ക് മൾട്ടിപ്ലൈഡ് ബൈ ക്യൂ അറിയില്ല. BW2 നമുക്ക് അറിയില്ല. U2 ക്വസ്റ്റ്യനിൽ U2 അറിയാം നമുക്ക്. U2 പൈ D2 ബൈ N ആണ് അല്ലെ? U2 we can find out. സോ ഇതിൽ നമ്മൾ അറിയേണ്ടത് Q BW2 U2 ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. Q BW2 U2 ഇത് മൂന്ന് നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. Q BW2 U2 Q കണ്ടുപിടിക്കാൻ എളുപ്പം. ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഡിസ്ചാർജ് Q can be written as what? രണ്ട് രീതിയിൽ എഴുതാം. വിഡ്ത്ത് ഓഫ് ദി ഔട്ട്ലെറ്റ് ഒക്കെ തന്നതുകൊണ്ട് നമുക്ക് പൈ ഇൻറ്റു D2 V2 മൾട്ടിപ്ലൈഡ് ബൈ VF2 ഈ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൈ D1 B1 VF1 എഴുതാം, അല്ലെങ്കിൽ പൈ D2 B2 VF2 എഴുതാം. ചെയ്തൂടെ? Yes, sir. So this is pi into D2 നമുക്കറിയാം. D2 എത്രയായിരുന്നു? 0.5 meters. Width അറിയാം. These are 0.05 meters. VF2 2.5 meters. What is the value of Q? Q എത്ര കണ്ടുപിടിക്കാം? Q എത്ര? What is Q? 0.196. 0.19. 6. 196. Okay. 0.196. Unit discharge ആണ് meter cube per second. ഇതിന്റെ വാല്യൂ ഇനി നമുക്ക് അറിയേണ്ടതായിരുന്നു. വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ we have to understand the final, sorry, why not U2 ആണല്ലേ? U2 is equal to pi D2 by 60. Pi into D2 എത്ര? D2 ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ? 0.5 meters അല്ലേ? Yes, sir. Into N എന്ന് പറഞ്ഞാൽ 1000 തന്നിട്ടുണ്ട്. divided by 60. U2 വാല്യൂ എത്ര? 26.18. എത്ര? 20? 26.18. Okay. 26.18 meter per second. So QI U2I ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് VW2 ആണ്. VW2 എങ്ങനെ കണ്ടുപിടിക്കാം? Go to the VW2 എവിടെയാണ്? VW2 is a term which is coming in the outlet of the velocity triangle. VW1 0 on in case of centrifugal pumps, velocity of whirl at inlet, which is VW1 is equal to 0. കാരണം alpha 90 degree ആയതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. Now look at VW2. VW2 we can observe VW2 in the outlet velocity triangle. Outlet velocity triangle VW2. How can we
സി ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ റിലേറ്റ് ചെയ്ത് ഫൈ എന്ന ആംഗിൾ ഔട്ട്ലെറ്റ് വെയിൻ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 40 ഡിഗ്രി. സോ ആ ഫൈ എന്ന ആംഗിൾ എടുത്താൽ ഫൈ എന്ന ആംഗിൾ യൂസ് ചെയ്തിട്ട് സി ലുക്ക് അറ്റ് ദി ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു VF2 ഡിവൈഡഡ് ബൈ U2 മൈനസ് VW2. അങ്ങനെ എഴുതിക്കൂടെ? Yes, sir. ഇല്ലേ? കാരണം അതിൽ VF2 നമുക്കറിയാം, U2 അറിയാം, VW2 കണ്ടുപിടിക്കുന്നത്. So QI U2I look at the outlet velocity triangle. From the outlet velocity triangle നമുക്ക് ഇങ്ങനെ എഴുതാം. Tan phi is equal to VF2 divided by U2 minus VW2 tan 40 is equal to VF2 എത്ര 2.51 divided by U2 ന്റെ വാല്യൂ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു. U2 എത്രയായിരുന്നു? 26 പോയിന്റ് സംതിങ് അല്ലേ? 26 പോയിന്റ് U2 ന്റെ വാല്യൂ എത്രയായിരുന്നു? 26.18. 26.18 minus VW2. VW2 ആണ് കണ്ടുപിടിക്കുന്നത്. So what will be VW2? വാല്യൂ പറ. VW2 എത്ര? .5 divided by tan 40 minus 26.18. So 26.18 minus ആ വാല്യൂ എത്രയാ? And the 3.2. എത്ര? നീ 23.2. വെരി ഗുഡ്. 23.2. ഞാനിത് കൗണ്ടർ ചെക്ക് ചെയ്യുന്നില്ല, വാല്യൂ നിങ്ങൾക്ക് ഉണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കുന്നത് 23.2. VW2 കൂടി VW2 കൂടി ആയ സ്ഥിതിക്ക് നമുക്ക് ഇൻഡയറക്റ്റ് എന്ന് എടുക്കാം. വർക്ക് ഡൺ ബൈ നേരത്തെ നമ്മൾ ഇക്വേഷൻ എഴുതുക. W/G എന്ന് പറഞ്ഞാൽ റോ G/G multiplied by VW2 is equal to 1000 multiplied by 9.81 multiplied by Q ന്റെ വാല്യൂ എത്രയാണ്? ഡിസ്ചാർജ് എത്ര കിട്ടിയ? ഡിസ്ചാർജിന്റെ വാല്യൂ എത്രയായിരുന്നു? 0.196. 0.196 multiplied by VW2 എന്ന് പറയുന്നത് 23.2 into U2 എത്രയായിരുന്നു? 26 point something അല്ലേ നമുക്ക്? 26.18. Multiplied by 26.18. എത്ര വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു? കുറച്ച് വലിയ വാല്യൂ കിട്ടും. ഇവിടെ 1000 ഉണ്ട്.
11609. വലിയ കിട്ടുക. ലാക്സിലല്ലേ കിട്ടുക? Yes, sir. എത്ര വാല്യൂ? 119045. 119045 ആണ്. 1,90,000. ഇതിനാണ് എല്ലാവരും കിട്ടുന്നത്? Yes, sir. Sir. ഓക്കെ. വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ചിന്തിക്കരുത് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ്. പവർ ആണെങ്കിൽ കിലോ വാട്ട് വന്നു. സെക്കൻഡ് റിക്വയർഡ് വാല്യൂ. ഒന്നും കൂടി പറഞ്ഞില്ലേ കണ്ടുപിടിക്കാൻ? മാനോമെട്രിക് എഫിഷ്യൻസി ഈ ഡയറക്റ്റ് കണ്ടുപിടിക്കാമോ? മാനോമെട്രിക് എഫിഷ്യൻസി അതിന്റെ ഫൈനൽ ഇക്വേഷൻ G multiplied by H divided by VW ut. ഈ ഒരു ഇക്വേഷൻ ഉണ്ടായില്ലേ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോലെ H വന്നിട്ട് 40 ആണ്. 9.81 multiplied by 40 divided by VW2 23 point something ആയിരുന്നു. 23 point എത്രയായിരുന്നു? 2 ആ. What was VW2? 23.2. Okay, U2 എത്രയായിരുന്നു? 26 point something ആയിരുന്നു. 26.18. This is manometric efficiency. എത്ര പെർസെന്റേജ് പറഞ്ഞു? 64. 64. ഡെസിമൽ പ്ലേസും കൂടി വേണം. 64.60. 64.60 ആ? Sir. 64.60. This was a sample numerical. കുറേ ന്യൂമറിക്കൽസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ. ഞാൻ റാൻഡമായിട്ട് ഓരോ റെഫറൻസ് ടെക്സ്റ്റിൽ നിന്ന് ഓരോ ന്യൂമറിക്കൽ ഇങ്ങനെ ചെയ്യും. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിൽ ചെയ്ത അത്രയും ന്യൂമറിക്കൽ, അതിൽ നമ്മൾ 2-3 ന്യൂമറിക്കൽ ചെയ്ത് 2-3 ന്യൂമറിക്കൽ ചെയ്തെന്ന് എൻ്റെ ഓർമ്മ. സോറി, അത്രയും ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സമയമില്ല. ക്ലിയർ അല്ലേ? Next, write down minimum speed for starting a centrifugal. CP ഞാൻ എഴുതിയ സെൻട്രിഫ്യൂഗൽ പമ്പാണ്. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഇറ്റ് വിൽ ഹാവ് ടു സ്റ്റാർട്ട് ഡെലിവറിംഗ് ദി വാട്ടർ. നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് എങ്ങനെയാ മനസ്സിലാവുക? നമ്മൾ മേലെ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം എത്തുമ്പോഴാണ്. സോ when does that happen? It happens when the pressure rise in the impeller is always larger than the manometric head. Larger than അല്ലെങ്കിൽ equal to ആയാലും മതി. That means ഇമ്പല്ലറിലെ പ്രഷർ റൈസ്, ഇമ്പല്ലറിന്റെ ഉള്ളിൽ വാട്ടർ സർക്കുലേഷൻ കൊണ്ടുണ്ടാകുന്ന പ്രഷർ റൈസ് should be always more than or equal to what the manometric head of the centrifugal pump. Manometric head എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹെഡ് ആണ്.
If this condition is satisfied, the centrifugal pump will start delivering water. Otherwise, the pump will not discharge any water, even though the impeller is rotating. Impeller rotate ചെയ്താലും വെള്ളം മുകളിലേക്ക് എത്തില്ല. So when the impeller is rotating, the water in contact with the impeller is also rotating. അപ്പൊ അതായത് ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടിയുള്ള വെള്ളവും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ വെള്ളത്തിന്റെ അപ്പൊ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്താണ്? ഓൺലി ദ റൊട്ടേഷൻ ഓഫ് ദി ഇമ്പല്ലർ, അല്ലെ? ദിസ് ഇസ് ദ കണ്ടീഷൻ ഓഫ് ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ ആണ്. ഇതിന് ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ എന്ന് നമ്മള് റൊട്ടേറ്റിംഗ് ഫ്ലൂയിഡിന്റെ ആദ്യത്തെ ചെറിയൊരു കൺസെപ്റ്റ് പഠിച്ചത് വോർട്ടെക്സ് ഫ്ലോ എന്താണെന്നുള്ള, അതിൽ ഫ്രീയും ഫോഴ്സും പഠിച്ചതാണ്. സോ ഇമ്പല്ലറിന്റെ ഉള്ളിലെ വാട്ടറിന്റെ റെഗുലേഷൻ ഓർ റൊട്ടേഷൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട് ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ. സോ ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ ആണെങ്കിൽ ഈ സെൻട്രിഫ്യൂഗൽ ഹെഡ് അല്ലെങ്കിൽ ഹെഡ് ഡ്യൂ ടു ദ പ്രഷർ റൈസ് ഇൻ ഇമ്പല്ലർ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാന്ന് പറഞ്ഞത് head due to pressure rise in impeller. ഇമ്പല്ലറിന്റെ പ്രഷർ റൈസിങ് നാനോമെട്രിക് ഹെഡിനെക്കാട്ടിയും കൂടുതലാവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പമ്പ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഹെഡ് ഡ്യൂ ടു പ്രഷർ റൈസിങ് ഇമ്പല്ലർ, അല്ലെങ്കിൽ ഇതിനെ തന്നെ നമ്മൾ എന്ത് പറയാം? സെൻട്രിഫ്യൂഗൽ ഹെഡ് എന്ന് പറയും. This is equal to ഇമ്പല്ലറിന്റെ വെലോസിറ്റി ഹെഡ് അറ്റ് ഔട്ട്ലെറ്റ് മൈനസ് ഇമ്പല്ലറിന്റെ വെലോസിറ്റി ഹെഡ് അറ്റ് ഇൻലെറ്റ്. കാരണം വെലോസിറ്റി ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹെഡ് ലോസ് ആണ്. ഡെലിവറി പൈപ്പിലും സെക്ഷൻ പൈപ്പിലും പോലെ തന്നെ ഇമ്പല്ലറിലും ഉണ്ടാവും. സോ ദിസ് ഹെഡ്, ടോട്ടൽ ഹെഡ് ഡ്യൂ ടു ദ, അല്ലെങ്കിൽ ഇമ്പല്ലറിലെ ഹെഡ് എന്ന് തന്നെ പറയുന്നത്. ഇമ്പല്ലറിലെ ഹെഡ് ഉണ്ടാകുന്ന ഓൺലി ബിക്കോസ് ഓഫ് ദ വേരിയേഷൻ പ്രഷർ ആണ്. So head due to the pressure rise or variation, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, in the impeller can be equated to U2 square by 2G. This is velocity head of impeller at the outlet minus U1 square by 2G. ഒന്ന് കൂടുതൽ ഒന്ന് കുറവായിരിക്കും, അതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നു. U2 U1 എന്താണ്? U1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഇമ്പല്ലർ ആണ്, ഔട്ട്ലെറ്റ് ആണ്, അല്ലെ? U1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഇമ്പല്ലർ ഇൻലെറ്റ് ആണ്. സോ ഫ്ലോ ഓഫ് വാട്ടർ വിൽ കമൻസ് ഓൺലി വെൻ വാട്ട് ഹാപ്പൻസ്? ദിസ് ടോട്ടൽ പ്രഷർ ഇൻ ഇമ്പല്ലർ, അതായത് U2 സ്ക്വയർ ബൈ 2G മൈനസ് U1 സ്ക്വയർ ബൈ 2G, ഈ ടോട്ടൽ pressure head, impellerle pressure head is greater than or equal to manometric head അല്ലെങ്കിൽ total head. ഈ കണ്ടീഷനിൽ മാത്രമാണ് എന്ത് സംഭവിക്കുക? The flow of water happens. സോ പമ്പ് വാട്ടർ ഡിസ്ചാർജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവാം. സോ അങ്ങനെയാണെങ്കിൽ ഈ പമ്പിന്റെ മിനിമം സ്പീഡിന് എന്തായിരിക്കണം കണ്ടീഷൻ? ഫോർ മിനിമം സ്പീഡ് ഈ ഗ്രേറ്റർ ദാൻ മാറ്റി ഈക്വൽ ടു കിട്ടാം. കാരണം ഈക്വൽ ടു കണ്ടീഷൻ മുതൽ വെള്ളം മുകളിലേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ മിനിമം സ്പീഡ് ഫോർ സ്റ്റാർട്ടിങ് എ പമ്പാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫോർ മിനിമം സ്പീഡ് ഓഫ് പമ്പ്, പമ്പിന്റെ മിനിമം സ്പീഡ് കിട്ടുന്നത് സംഭവിച്ചാൽ മതി. ഫോർ മിനിമം സ്പീഡ് U2 square by 2G minus U1 square by 2G equal to, and then ഈ ടേം എന്തായിരുന്നു? വാട്ട് വാസ് ദിസ് ടേം? velocity head at outlet of impeller ആണ്. സെക്ഷൻ ഡെലിവറി പൈപ്പ് ഒന്നല്ല, ഇത് ഇമ്പല്ലറിന്റെ കേസാണ്. ഈ ടേം എന്തായിരുന്നു? സെയിം വെലോസിറ്റി ഹെഡ് ഇൻലെറ്റ്. എന്തിന്റെ ഇൻലെറ്റ്? പൈപ്പിന്റെ അല്ല, ഇമ്പല്ലറിന്റെ ഇൻലെറ്റ്.
മനസ്സിലാവുന്നുണ്ടോ? Yes, sir. സോ ഈ കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം സ്പീഡിൽ ഈ കണ്ടീഷനാണ് അച്ചീവ് ചെയ്യേണ്ടത്. u2 square by 2g minus u1 square by 2g should be equal to hm. നമുക്ക് hmന് എന്തെങ്കിലും ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ? ഇത് നോട്ട് ചെയ്യുന്നില്ല നിങ്ങൾ? Yes, sir. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയണേ. കംപ്ലീറ്റ് ആയിട്ടില്ല, ഈ റിലേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ടെർമിനോളജീസ് ഡിഫൈൻ ചെയ്തിട്ടേ ഉള്ളൂ. മിനിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മിനിമം സ്പീഡാണ് നമുക്ക് വേണ്ടത്. സോ മിനിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒന്നുകിൽ ഒമേഗ ആയിരിക്കണം ആംഗുലർ, അല്ലെങ്കിൽ എൻ ആയിരിക്കണം ആർപിഎം. ഒരു പമ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മിനിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്നിൽ എക്സ്പ്രസ് ചെയ്യും അല്ലെ. ജനറൽ കേസ് ഒരു മോട്ടറിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത്ര ആർ പി എന്നാണ്, ഒരു പമ്പിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത്ര ആർ പി എന്നാണ്. എന്നിൽ ഒരു ടേം വന്ന് കിട്ടണ്ട. ഇത് കണ്ടീഷനാണ്. ഫോർ മിനിമം സ്പീഡ് ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടീഷനാണ്, റിലേഷൻ അല്ല. വായിക്കുന്നേ. Yes, sir. മാനോമെട്രിക് ഹെഡിന്റെ എഫിഷ്യൻസിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി മാനോമെട്രിക് is equal to 1 G into HM divided by VW to UT. ഇതിൽ ഈ HM നമുക്ക് മാറ്റിയിടാം. HM can be written as 1 theta manometric multiplied by 1 theta divided by G VW to UT divided by G. So നേരത്തെ ലാസ്റ്റ് ഞാൻ എഴുതിയ ഇക്വേഷൻ നമ്പർ 1 എന്ന് അങ്ങനെ കൊടുക്കണം. HMന്റെ ഒരു റിലേഷൻ ഇതാണ്. പിന്നെ u1 u2 നമുക്കറിയാം. പൈ d2 by n by 60 ആണ് u2, പൈ d1 n by 60 ആണ് u1. ഇവിടെ u2 ഉണ്ട്. ഈ u2നും പൈ d2 by n by 60 ഉണ്ട്. സോ നേരത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, u2 square by 2g minus u1 square by 2g is equal to hm. ആ ഇക്വേഷനിൽ ഞാൻ ഈ ടേംസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകാം. സോ വാട്ട് ഹാപ്പൻസ്? u2 square by 2g എന്ന് പറഞ്ഞാൽ അതെന്താണ്? 1 by 2g multiplied by u2 square എന്ന് പറഞ്ഞാൽ pi d2 n by 60 whole square minus 1 by 2g. ഇവിടെ u1 square by 2g ഇത് pi d1 n by 60 whole square. This is equal to hm. hm ന്റെ ഒരു ഈക്വേഷൻ theta nanometric multiplied by VW2 by G into u2 എന്ന് പറഞ്ഞാൽ pi d2 n by 60. ഇതിൽ എന്തൊക്കെയാ കോമൺ ആയിട്ടുള്ള നോക്കിയാട്ടെ. 2g എല്ലാവരുടെയും g കോമൺ ഉണ്ട്, g കോമൺ ഉണ്ട്. എല്ലാ ടേമിലും 60 കോമൺ. ഡിനോമിനേറ്ററിൽ ജിയും 60 കോമൺ ഉണ്ട്. g into 60 ഡിനോമിനേറ്ററിൽ കോമൺ ഉണ്ട്. ന്യൂമറേറ്ററിൽ എന്തെല്ലാം? പൈ d2 സ്ക്വയർ ബൈ n, പൈ സ്ക്വയർ n സ്ക്വയർ, പൈ സ്ക്വയർ n സ്ക്വയർ, പൈ n. സോ പൈ n g by 60 കോമൺ ആയിട്ട് എടുത്തൂടെ? സോ കോമൺ ആയിട്ട് എടുത്ത് അതൊന്നും ക്യാൻസൽ ആയി പോകില്ല. കോമൺ ടേം ആയിട്ട് എടുക്കാം അല്ലേ? കോമൺ ടേം ആയിട്ട് എടുത്തിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്യാം. സോ ക്യാൻസൽ ഔട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? റിമൈനിങ് എന്തൊക്കെയാ വരുക? ഇവിടെ 60 into 60 ആണ്. സോ ഒരു 60യുടെ ബാക്കിയുണ്ട്. ആ 60 into 120 വരും.
phi n d2 സ്ക്വയർ ബാക്കിയുണ്ടാവും. സോ റിമൈനിങ് എന്തായിരിക്കും ഇവിടെ വരുന്നത് phi n d2 സ്ക്വയർ by 120 square minus phi n d1 square by 120 is equal to ഇവിടെ beta n അവിടെ ഉണ്ടാവും, dw2 ഉണ്ടാവും, g60 ക്യാൻസൽ ആവും, d2 മാത്രം മാറും. phi n by 120 കോമൺ ആയിട്ട് എടുക്കാം, റിമൈനിങ് d2 സ്ക്വയർ മൈനസ് d1 സ്ക്വയർ equal to beta nanometric into dw2 into d2. ഇതിൽ നിന്ന് ഒറ്റയടിക്ക് നമുക്ക് എന്ത് എഴുതാം? നമുക്ക് എന്താ വേണ്ടുന്നത്? എന്നല്ലേ വേണ്ടത്? ഡയറക്റ്റ് എഴുതിക്കൂടെ? is equal to I can find an expression for n. n എങ്ങനെ എഴുതാം? phi into d2 by d1 square denominator. Phi into d2 square minus d1 square denominator. ബാക്കിയൊക്കെ എന്താവും? ന്യൂമറേറ്റർ 120 multiplied by beta nanometric into dw2 into d2. ഈ റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിലേഷൻ കൂടി നിങ്ങളോട് ന്യൂമറിക്കലിൽ ചോദിക്കാം. നേരത്തെ ചെയ്തവർ നമ്മൾ എഫിഷ്യൻസി ആംഗിൾ ഒക്കെ കണ്ടുപിടിച്ചതിന്റെ കൂടെ തന്നെ മിനിമം സ്പീഡ് ഓഫ് സ്റ്റാർട്ടിംഗ് ദ പമ്പ് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിന്റെ ഡെറിവേഷൻ ഏതോ ഒരു കൊല്ലം ചോദിച്ചിട്ടുണ്ട്. മിനിമം സ്പീഡ് ഓഫ് സ്റ്റാർട്ടിംഗ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഡെറിവേഷൻ 5 മാർക്കോ 4 മാർക്കോ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അതും ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ ഇത്? Yes, sir. ആ റിലേഷൻ എഴുതിയെടുക്കാം. ഇതേ സാധനം വേണ്ടി തൊട്ട് മുന്നേ ചെയ്ത ന്യൂമറിക്കൽ നമുക്ക് ചെയ്യാം. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ലീസ്റ്റ് സ്പീഡ് അറ്റ് വിച്ച് ദി സെൻട്രിഫ്യൂഗൽ പമ്പ് സ്റ്റാർട്ട്സ്. എല്ലാ വാല്യൂസ് നമുക്കുണ്ട്. മാനോമെട്രിക് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നമുക്ക് dw2 d2 ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം. d2 ഇത് മാത്രമേ d2 d1 ഈ വാല്യൂസ് മാത്രമേ വേണ്ടൂ. വിൽ ഗെറ്റ് ദ വാല്യൂ ഇൻ rpm. ഇനി അത് അഗെയിൻ റേഡിയൻസ് പെർ സെക്കൻഡ് ആംഗുലർ വെലോസിറ്റി സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ = 2πn/60 ഉപയോഗിച്ച് അതും കണ്ടുപിടിക്കും. നോട്ട് ചെയ്താൽ പറയണം.
നോട്ട് ചെയ്തോ? അതാ അടുത്ത ടോപ്പിക്കിന്റെ ഡിസ്കഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്. എന്താണ് ടോപ്പിക് എന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഇനി പമ്പിൽ ചെയ്യാനുണ്ട്. പമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് പഠിക്കാനുണ്ട്. ഡിസ്ചാർജ്, ഹെഡ്, അതും പമ്പിന്റെ സ്പീഡും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ഗ്രാഫുകളുണ്ട്. ഇതേ ഗ്രാഫുകൾ ടർബൈനിലും ഉണ്ടായിരുന്നു. പക്ഷെ ഫ്രാൻസിസിന്റെ അപ്ലാനും പറയാഞ്ഞത് കൊണ്ടാണ് ഞാൻ ക്യാരക്ടറിസ്റ്റിക് കേഴ്സിലേക്ക് പോകാഞ്ഞത്. പമ്പിന്റെ എടുത്തിട്ട് നമുക്ക് നിങ്ങളെ സീരീസ് തുടങ്ങുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ ഫ്രാൻസിസിന്റെ അപ്ലാൻ ഞാൻ പറയും. അല്ല എങ്കിൽ ഈ സെക്കൻഡ് മൊഡ്യൂൾ പമ്പും കൂടി തീർത്ത് കഴിഞ്ഞാൽ ആ ഫ്രാൻസിസ് കപ്ലാൻ ഒഴിച്ച് ബാക്കിയുള്ള ടോപ്പിക്കുകളായിരിക്കും സീരീസിന് വരിക. നമുക്ക് ഫ്രാൻസിസ് കപ്ലാൻ ടുവേർഡ്സ് ദി എൻഡ് എടുക്കാം. ഓക്കെ, ആ രീതിയിലേക്ക് നോക്കുക. കേൾക്കുന്നുണ്ടോ? സർ. ഓക്കെ, അപ്പോൾ ഇനി പമ്പിലുള്ളത് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കേഴ്സ് പഠിക്കാനുണ്ട്, ക്യാവിറ്റേഷൻ പഠിക്കാനുണ്ട്, പിന്നെ സ്പെസിഫിക് സ്പീഡും കുറച്ച് സ്പെസിഫിക് ക്വാണ്ടിറ്റീസിന്റെ വാല്യൂ, പിന്നെ ഒരു NPHS എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, അതെന്താന്ന് പഠിക്കാനുണ്ട്, ക്യാവിറ്റേഷൻ ഇൻ പമ്പ്, ഗവേണിംഗ് ഓഫ് സെൻട്രിക്കൽ പമ്പ്, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ഇങ്ങനെ പഠിക്കാനുണ്ട്. സോ ഇത് കഴിഞ്ഞപ്പാട് നമുക്ക് നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റേജ് പമ്പ്സ് എന്നൊരു ടോപ്പിക്. മൾട്ടി സ്റ്റേജ് പമ്പ്സ് എന്നുള്ള ഹെഡിങ് അല്ല നമ്മൾ സിലബസ് കൊടുക്കും. സിലബസിലുള്ള പമ്പ്സ് പണ്ട് നിങ്ങൾ ഈ ഇലക്ട്രിക്കൽ ലാബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് പഠിച്ചിട്ടുണ്ടാവും, റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ കണക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ 2 or more pumps, if they are kept in series, what happens? If they are kept in parallel connection, what happens? ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എത്തുന്നതാണ് മൾട്ടി സ്റ്റേജ് പമ്പ്സ്. കാരണം മൾട്ടി സ്റ്റേജ് പമ്പ്സിലാണ് ഓൾവേസ് പമ്പുകൾ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും വെക്കുന്നത്. ഈ ടോപ്പിക്ക് നമുക്ക് നാളെ നോക്കാം. എന്തിനാണ് ഇത് വെക്കുന്നത്? കുറച്ച് എഫിഷ്യൻസീസ്, എനർജീസ് ഒക്കെ കൂട്ടാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ നാളെ കമ്മിങ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വെക്കുന്നുണ്ട്. എല്ലാവരും പോയാ?